വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ് അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നമ്മുടെ EVS എന്ന് പറയുന്നത് ഏറ്റവും അവസാനമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങണം അല്ലേ. ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചാൽ നമുക്ക് അതൊരു ഭാരമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അതിന്റെ ഇടയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാൻ വേറെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, EVS നമുക്ക് അടിപൊളിയായിട്ടൊന്ന് പഠിച്ചു തീർക്കണം. സോ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആകാശ കാഴ്ചകൾ അല്ലെങ്കിൽ മാർവൽസ് ഓഫ് സ്കൈ എന്ന് പറയുന്ന ഒരു യൂണിറ്റിന്റെ കംപ്ലീറ്റ് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് എന്റെ മക്കള് ഈ ഒരു ചെറിയൊരു സെക്ഷൻ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കുറെ ആകാശഗോളങ്ങൾ, അതായത് നമ്മൾ സൂര്യനെ പറ്റിയും അതുപോലെ തന്നെ ചന്ദ്രനെ പറ്റിയും പിന്നെ നമ്മുടെ ഭൂമിയെ പറ്റിയും അവരുടെ പ്രത്യേകതകളെ ഒക്കെ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ വെളുത്ത വാവ് കറുത്ത വാവ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ കലണ്ടറിലുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതാ ഇനി വരാൻ പോകുന്ന കുറഞ്ഞ സമയം കൊണ്ട് ഒന്നും കൂടി ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വസിക്കുന്ന ഗ്രഹം ഏതാ? യെസ്, നമ്മൾ വസിക്കുന്ന എവിടെയാണ്? ഭൂമിയിലാണ്. ഈ ഭൂമിക്ക് എത്ര തരത്തിലുള്ള ചലനം ഉണ്ടെന്ന് മക്കൾക്ക് അറിയാമോ? ഇപ്പൊ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള ഗ്ലോബ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബ് നിങ്ങളുടെ കൈ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യും, അതിങ്ങനെ തട്ടി നോക്കൂലേ? കാരണം അതിങ്ങനെ സ്വയം കറങ്ങുന്നതായിട്ട്, സ്വയം തിരിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഗ്ലോബ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ബിക്കോസ് ഭൂമിക്ക് ആ ഒരു കഴിവുണ്ട്. അതായത് നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. എർത്ത് മൂവ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൌണ്ട് ദി സൺ. ഇനി ഇതിന് രണ്ടിനും നമ്മൾ രണ്ട് പേര് പറയും. അതായത് ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എത്ര സമയം എടുക്കും? യെസ്, ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ എടുക്കും. നമുക്കിപ്പം ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ? അതിനൊക്കെ കാരണം ഈ പറയുന്നത് പോലെ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നത് കൊണ്ടാണ്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് മാത്രമല്ല ഭൂമിക്കുള്ള ചലനം, നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ സൂര്യനെ ചുറ്റും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നത്. ഒരു തവണ പരിക്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും അറിയാമോ മക്കൾക്ക്? 365 ദിവസം എടുക്കും. അതാണ് നമ്മുടെ ഒരു വർഷം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഭൂമിയുടെ രണ്ട് ചലനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മക്കൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ആയത്? നിങ്ങൾക്ക് ഇവിടെ ഭൂമി കാണാനായിട്ട് പറ്റൂലേ? നമ്മുടെ എർത്താണ് ഇതാ ഈ കാണുന്നത്. എർത്തിന്റെ പ്രത്യേകത എന്താ? എർത്ത് ഇതാ നമ്മുടെ സൂര്യന് ചുറ്റും ഇതുപോലെ ഒരു നിശ്ചിത പാതയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതിന് വഴി തെറ്റുന്നില്ല. അവർക്ക് തന്നിരിക്കുന്ന ആ ഒരു പാതയിലൂടെ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഭൂമി. അതുകൊണ്ടാണ് ഭൂമിനെ നമ്മൾ ഒരു ഗ്രഹം അല്ലെങ്കിൽ പ്ലാനറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഭൂമി മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ. നമുക്കറിയാം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് മെർക്കുറി. പിന്നീട് നമുക്ക് വീനസ് ഉണ്ട്, പിന്നെ ഇതാ എർത്ത് ഉണ്ട്, മാർസ് ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, അതുപോലെ സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് 8 ഗ്രഹങ്ങളാണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ എന്താണ് ശരിക്കും ഗ്രഹങ്ങൾ, എന്താണ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാല്? പ്ലാനറ്റ്സ് ആർ ദി ഹെവൻലി ബോഡീസ് ഇൻ ദി സ്കൈ ദാറ്റ് റിവോൾവ് അറൌണ്ട് ദി സൺ അലോങ് എ ഡെഫിനിറ്റ് പാത്ത് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പാത്ത്. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി ഒരു ഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൂണെന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ്. സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. കാരണം സൺ എന്ന് പറയുന്നതിന് സ്വയം ഷൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്, സ്വയം തിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റാർ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മൂണെന്താ? മൂണെന്ന് പറയുന്ന ഒരു ഗ്രഹമാണോ? അല്ലെങ്കിൽ മൂണെന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണോ? എന്താണ് മൂണിന്റെ പ്രത്യേകത? മൂണെന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്. എന്തുകൊണ്ടാ? മൂൺ ആർക്കു ചുറ്റുമാണ് കറങ്ങുന്നത്? മൂണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത്. ഇതുപോലെ ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളെ നമ്മൾ ഒരു പേര് വിളിക്കും. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എർത്ത് അല്ലേ ഈ കാണുന്നത്? എർത്തിന് ചുറ്റും ഇതുപോലെ ഫിക്സഡ് ആയിട്ട് കറങ്ങുന്ന വേറൊരാളെ മക്കൾ കണ്ടോ? മൂണ്. അപ്പൊ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് കൊണ്ട് തന്നെ മൂണെന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു സാറ്റലൈറ്റ് ആണ്, ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് മാൻമെയ്ഡും ഉണ്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലും ഉണ്ട്, പിന്നെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഉപഗ്രഹമുണ്ട്. നമ്മുടെ മൂണെന്ന് പറയുന്നത് നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് കേട്ടോ, കാരണം അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതേസമയം നമ്മുടെ ആര്യഭട്ട ഇല്ലേ, എജുസാറ്റ് ഇല്ലേ, അതൊക്കെ എന്താണ്?
ഈ പറയുന്നത് പോലെ മനുഷ്യരുണ്ടാക്കിയിട്ട് റോക്കറ്റിന്റെ സഹായത്തോടു കൂടി സ്പേസിലേക്ക് അയച്ചത്. അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, എങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. മൂണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്, പ്രകൃതിദത്തമായ ഉപഗ്രഹമാണ് എന്ന് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ച മൂണ്, അതുപോലെ തന്നെ സണ്ണ്, അതുപോലെ തന്നെ എർത്ത്, ഇതിന്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഈ കറുത്ത വാവ് വെളുത്ത വാവ്, അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ ഫുൾ മൂൺ ഡേ, അല്ലെങ്കിൽ അമാവാസി പൗർണമി, ഇവയൊക്കെ നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ 3 ആകാശഗോളങ്ങളെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഭൂമിയുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത് 3ഉം ഇങ്ങനെ നേർരേഖയിലാണ് വരുന്നത്. സെന്ററിലുള്ളത് നമ്മുടെ ചന്ദ്രനാണ്. ഈ ചന്ദ്രന്റെ ഈ ഡാർക്ക് പോർഷൻ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നത്? സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം ഇപ്പം സൺലൈറ്റ് വന്ന് പതിക്കുന്നത് ഇതാ ഈ ഒരു വൈറ്റ് റീജിയനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വെള്ള കളർ കൊടുത്തത്. സൺലൈറ്റ് പതിക്കാത്തതാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തത്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് നോക്കുന്നയാൾക്ക് മൂണിനെ എങ്ങനെയാ കാണാൻ പറ്റുന്നത്? മൂണിനെ ഇരുണ്ടായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം പ്രകാശമുള്ള ഭാഗമല്ല മൂണിന്റെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വന്നിരിക്കുന്ന ഭാഗം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയം നമുക്ക് മൂണിനെ കാണാനായിട്ട് പറ്റില്ല. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ മൂൺ, അല്ലെങ്കിൽ അമാവാസി, അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. അതായത് മൂണിന്റെ സൺലൈറ്റ് വന്ന് പതിക്കാത്ത ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നതെങ്കിൽ ആ ദിവസമാണ് കറുത്ത വാവ്, അല്ലെങ്കിൽ അമാവാസി, അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അത് നിങ്ങൾ വരയ്ക്കാനായിട്ട്, അതായത് ഈ ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കാനായിട്ട് പഠിക്കണം. അത് പഠിക്കാനുള്ളൊരു കോഡാണ് EMS. EMS എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്താൽ മതി. ഇതിനകത്ത് എം എന്ന് പറയുന്നത് മൂണാണ്. ഈ എം എന്ന് പറയുന്നത് സെന്ററിലാണ്. മൂണിതാ സെന്ററിലാണ് അല്ലെ, നമ്മുടെ സൂര്യന്റെയും ഭൂമിയുടെയും സെന്ററിലാണ് മൂണുള്ളത്. അത് സൂചിപ്പിക്കാനാണ് EMS എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഈ പറയുന്ന സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ സെന്ററിൽ വരുന്നത് ഭൂമിയാണ്. ഇനി നമ്മൾ മൂണിനെ നോക്കുവാണെങ്കിൽ മൂണിന്റെ ഈ ഒരു വൈറ്റ് റീജിയൻ എന്തിനെ സൂചിപ്പിക്കുന്നത്? സൺലൈറ്റ് വന്ന് പതിക്കുന്ന ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നേരെ അഭിമുഖമായി വരുന്നത് മൂണിന്റെ പ്രകാശം വന്ന് പതിച്ച ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മൂണിനെ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. സോ ഈ ദിവസത്തെ വിളിക്കുന്ന പേരാണ് വെളുത്ത വാവ്, അല്ലെങ്കിൽ പൗർണമി, അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ഡാർക്ക് ഭാഗം, അല്ലെങ്കിൽ പ്രകാശം വന്ന് പതിക്കാത്ത ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അതുപോലെ തന്നെ ഫുൾ മൂൺ ഡേയിൽ എർത്ത് ആണ് സെന്ററിലുള്ളത്, ന്യൂ മൂൺ ഡേയിൽ മൂണാണ് സെന്ററിലുള്ളത്. അങ്ങനെയുള്ള പോയിന്റ് ഒക്കെ ആലോചിക്കുക. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ EMS പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് MES എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്യാം. കാരണം MES എന്ന് പറയുമ്പോൾ ഈ ആണ് സെന്ററിൽ, അതായത് എർത്ത് ആണ് സെന്ററിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇത് വരയ്ക്കാൻ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി മൂണിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. മൂണെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മൂണിന്റെ സർഫസിന്റെ പ്രത്യേകത അറിയാമോ മക്കൾക്ക്? മൂണിന്റെ സർഫസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല തിളക്കമുള്ളതാണ്, നല്ല പോളിഷ്ഡ് ആണ്, നല്ല സ്മൂത്ത് ആണ് എന്നൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ മൂണിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ പാറകളും കുന്നുകളും കുഴികളും ഒക്കെയാണ്. ഇനി അതുപോലെ തന്നെ മൂണിനെ പറ്റി പഠിക്കുന്നതിന്, അല്ലെങ്കിൽ മൂണിന്റെ ആ ഒരു മൂണിനെ പറ്റിയുള്ള ശാസ്ത്രീയ സ്റ്റഡി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെലനോളജി. ശാസ്ത്രീയ പഠനം സെലനോളജി എന്ന് പറയുന്നത്. അതേസമയം മൂണിന്റെ ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് മൂണിന്റെ സർഫസ് എങ്ങനെയാണ്, മൂണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെലനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ സെലനോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ സെലനോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ LSS ഒക്കെ എഴുതുവാണെങ്കിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ കറുത്ത വാവ് വെളുത്ത വാവ് ഒക്കെ കലണ്ടറിൽ അടയാളപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാവോ? ഈ കലണ്ടർ നോക്കിയാൽ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഡാർക്ക്, ഒരു കറുത്ത ഒരു വട്ടം കാണാനായിട്ട് പറ്റും. അതാണ് കറുത്ത വാവിനെ സൂചിപ്പിക്കുന്നത്. വെളുത്ത വട്ടം ഉണ്ടെങ്കിലോ അതാണ് വെളുത്ത വാവിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഈ കലണ്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, എത്ര മാസമുണ്ട്?
ഈ മാസം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പറയാം. ഇംഗ്ലീഷ് മാസം നമുക്ക് പറയാം, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറഞ്ഞു പോകും. അതുപോലെ തന്നെ മലയാള മാസം നമുക്ക് പറയാം. അത് ഈ പറയുന്ന പോലെ ചിങ്ങം, കന്നി, തുലാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പൊ എത്ര ഇംഗ്ലീഷ് മാസം ഉണ്ട്? 12. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ ഡിസംബർ വരെ പോകും അല്ലെ. ഇതിപ്പം ഡിസംബർ ആണല്ലോ. ഇനി അതുപോലെ തന്നെ എത്ര മലയാള മാസം ഉണ്ട്? ഈ മലയാള മാസത്തിന് നമ്മൾ മറ്റൊരു പേര് പറയും, അതാണ് കൊല്ലവർഷ മാസം എന്ന് പറയുന്നത്. അത് എത്രയുണ്ട്? അതും 12 ആണ്. ഇത് മക്കളെ നോട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, ഇത് രണ്ടും 12 ആണല്ലോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി ഇതൊക്കെ നമുക്ക് കലണ്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ കലണ്ടർ നോക്കിയാലും അതിൽ നമ്മൾ എപ്പോഴും നോക്കുന്ന ഏതാണ്? ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്നത്തെ ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്, കാരണം വലിയ അക്ഷരത്തിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ അക്ഷരങ്ങളിൽ വേറെ നമ്പറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതൊക്കെ എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 24-ാം തീയതി നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഒരു കലണ്ടറിന്റെ ഒരു അക്കം തന്നെയാണ്, അതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 24 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ ആണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ താഴെ കൊടുത്തിരിക്കുന്ന 8 എന്ന് പറയുന്നതാണ് നമ്മുടെ കൊല്ലവർഷം. ഓക്കെ, കൊല്ലവർഷം, അതായത് മലയാള മാസമൊക്കെ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് 3 എന്ന് പറയുന്നതാണ് ശകവർഷം എന്ന് പറയുന്നത്, ശക ഇയർ. അതുപോലെ 2 എന്ന് പറയുന്നതാണ് ഹിജറ വർഷം, ഹിജറ ഇയർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മെയിൻ ആയിട്ടുള്ളതാണ് ഇംഗ്ലീഷ് കലണ്ടർ. ഇംഗ്ലീഷ് കലണ്ടർ മറ്റൊരു പേരാണ് ഗ്രിഗോറിയൻ കലണ്ടർ. ഇതാണ് 8 എന്ന് പറയുന്നതാണ് നമ്മുടെ കൊല്ലവർഷം, മലയാള മാസം ൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ മുകളിലുള്ള 3 എന്ന് പറയുന്നതാണ് ശക ഇയർ, 2 എന്ന് പറയുന്നതാണ് ഹിജറ ഇയർ. ഇതിപ്പോ ഓരോ കലണ്ടർ നോക്കിയാലും ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പം 2025 നവംബർ മാസം 24-ാം തീയതിയുള്ള ആ ഒരു ടൈമാണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കലണ്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഈ ക്രിസ്മസ് എക്സാം നമ്മൾ ഇതുപോലെ ലൈവ് ക്ലാസ്സിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പ്രാണ ബാച്ചിലൂടെയും ഒക്കെ നിങ്ങൾ റെഡിയാക്കുന്നുണ്ട്. ഇനി ആനുവൽ എക്സാമിന്റെ ടൈമിൽ ഇതുവരെ പ്രാണ ബാച്ച് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു റിവിഷൻ ബാച്ച് കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയാ? ആനുവൽ എക്സാമിന് വേണ്ടി. ആനുവൽ എക്സാം അടിപൊളിയായിട്ട് എഴുതുന്നതിന് വേണ്ടി. കാരണം ആനുവൽ എക്സാമിന് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് റെഡി ആക്കണം. അതിനു വേണ്ടി ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു 4ാം ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾക്കായിട്ടുള്ള ബാച്ചാണ് നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ച്. 999 രൂപയാണ്. അതും 50% ഡിസ്കൗണ്ടിലാണ് കേട്ടോ 999 രൂപ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആനുവൽ എക്സാമിനും കൂടി ഒന്ന് മുൻകൂട്ടി കണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ സൈലം ക്ലാസ്സിനെ പറ്റിയും നിങ്ങളുടെ പഠിക്കാനുള്ള കുറേ സ്റ്റഡി ടിപ്സ് അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ അതിനു വേണ്ടിയൊക്കെയുള്ള ഒരു ഫ്രീ വെബിനാർ നമ്മൾ നടത്തുന്നുണ്ട്. 9-ാം തീയതിയാണ്. അപ്പൊ അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ വേഗം തന്നെ നമ്മുടെ എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് ക്ലാസ് മുതൽ ഫസ്റ്റ് ലൈവ് തൊട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റ് നമ്മൾ അടിപൊളിയാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്യുക. അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് നേടുക കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.